ടെലിവിഷൻ സീരിയൽ രംഗത്തെ സജീവ സാന്നിധ്യമായിരുന്നു നടി സുധാ ചന്ദ്രൻ. തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, കന്നഡ, മറാത്തി ഉൾപ്പെടെ 6 ഭാഷകളിൽ അഭിനയിച്ച് പ്രശസ്തയായ ആളാണ് സുധ. 1984 തെലുങ്കിൽ പുറത്തിറങ്ങിയ മയൂരി എന്ന ചിത്രത്തിലൂടെയാണ് സുധാ ചന്ദ്രൻ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ഇത് അവരുടെ സ്വന്തം ജീവിത കഥയായിരുന്നു. ഈ പ്രകടനത്തിന് അവർക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചു. തുടർന്ന് ഹിന്ദിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച സുധ 1986 പുറത്തിറങ്ങിയ ധർമ്മം എന്ന ചിത്രത്തിലൂടെ തമിഴിലെത്തി. പിന്നീട് വിജയകാന്തിനൊപ്പം വസന്തരാഗം, ചെറിയ തമ്പി പെരിയ തമ്പി, ചെറിയ പൂവെ മെല്ലപ്പേസ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2008 വിശാൽ നായകനായ സത്യം എന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തി. തുടർന്ന് ധനുഷിന്റെ വേങ്കൈ, സാമി 2 എന്നീ ചിത്രങ്ങളിലും പ്രധാന വേഷങ്ങൾ ചെയ്തു. സിനിമകളെക്കാൾ കൂടുതൽ നടിക്ക് പ്രശസ്തി നേടിക്കൊടുത്തത് സീരിയലുകളാണ്. ഇവർ അഭിനയിച്ച നാഗിനി സീരിയൽ വലിയ ജനപ്രീതി നേടി. തമിഴിൽ കലശം, അരസി, തെൻട്രൽ, ദൈവം തന്ന വീട്, ലക്ഷ്മി സ്റ്റോഴ്സ് തുടങ്ങിയ നിരവധി സീരിയലുകൾ ഏറെ പ്രശസ്തമായിരുന്നു. 16-ാം വയസ്സിൽ തൃച്ചിയിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ സുധയുടെ കാൽ ഗുരുതരമായി പരിക്കേൽക്കുകയും പിന്നീട് കാൽ മാറ്റിവെക്കേണ്ടി വരികയും ചെയ്തു. കൃത്രിമ കാൽ വെച്ചുപിടിപ്പിച്ചാണ് പിന്നീട് അവർ ജീവിതം മുന്നോട്ട് നയിച്ചത്. ഇതെല്ലാവർക്കും ഏറെ പ്രചോദനമായി തീരുകയും ചെയ്തു. എന്നാൽ സുധാ ചന്ദ്രന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചിരിക്കുകയാണ്. മാതാ കി ചൗക്ക് എന്ന മതപരമായ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ അതിവൈകാരികമായി പെരുമാറിയ നടിയുടെ പ്രവൃത്തികളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ജനുവരി 3 മുംബൈയിൽ നടന്ന ആത്മീയ ചടങ്ങായ മാതാ കി ചൗക്കിലാണ് സംഭവം. സുധാ ചന്ദ്രന്റെ കുടുംബാംഗങ്ങളും പരിചയക്കാരും ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ നിന്നുള്ളവരും പങ്കെടുത്ത ചടങ്ങായിരുന്നു ഇത്. വെള്ളയും ചുവപ്പും നിറത്തിലുള്ള സാരിയാണ് സുധ ധരിച്ചിട്ടുള്ളത്. നെറ്റിയിൽ ജയ് മാതാദി എന്നെഴുതിയ തുണി കെട്ടിയിട്ടുണ്ട്. ചടങ്ങ് തുടരുന്നതിനിടെ നടി വൈകാരികമാവുകയും നിയന്ത്രണം വിടുകയുമായിരുന്നു. ഇതോടെ ഒരു കൂട്ടം ആൾക്കാരെത്തി സുധയെ ശാന്തമാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരെ തള്ളി മാറ്റുന്നതിനിടെ സുധ ഒരാളുടെ കയ്യിൽ കടിക്കുന്നതായും പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം. വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്തു. പിന്നാലെ പിന്തുണയും വിമർശനവുമായി ധാരാളം ആളുകൾ രംഗത്തെത്തുകയും ചെയ്തു. ദൈവം കുടികൊണ്ടു എന്നാണ് പലരും സുധയെ പിന്തുണച്ചുകൊണ്ട് കുറിച്ചത്. ആത്മീയമായ സ്ഥലങ്ങളിൽ പോകുമ്പോൾ മനുഷ്യൻ അറിയാതെ ഇങ്ങനെയാകുമെന്നും അത് ദൈവത്തിന്റെ കടാക്ഷമാണെന്നും സുധയ്ക്ക് ലഭിച്ച മഹാഭാഗ്യമാണതെന്നും ആയിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടത്. എന്നാൽ മറ്റു ചിലർ സുധാചന്ദ്രന്റെ പ്രവൃത്തിയെ വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തി. ഇത് സീരിയൽ തന്നെ, ഓസ്കാർ അഭിനയമെന്നാണ് കാഴ്ചക്കാർ അഭിപ്രായപ്പെട്ടത്. തങ്ങൾക്കേറെ ഇഷ്ടമുള്ള നടിയാണ് സുധ. പക്ഷേ ഇങ്ങനെ കാണിച്ചുകൂട്ടി വെറുതെ നാണം കെടുത്തരുതെന്നും ചില കാഴ്ചക്കാർ പറഞ്ഞു. എന്തായാലും സംഭവത്തിൽ ഇതുവരെ നടിയുടെ ഭാഗത്തു നിന്നും പ്രതികരണമോ വിശദീകരണമോ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ആടിപ്പാടി നൃത്തം ചെയ്യുന്ന സുധയുടെ വീഡിയോകൾ പുറത്തു വന്നിരുന്നു. ഇതിനിടെ പെട്ടെന്ന് സുധയുടെ പെരുമാറ്റത്തിൽ മാറ്റം വരികയായിരുന്നു. അവർ അലറിക്കരയുകയും പൊട്ടിച്ചിരിക്കുകയും ചെയ്തു. ഒപ്പമുണ്ടായിരുന്നവർ ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതായും പിടിച്ചുമാറ്റാൻ ശ്രമിച്ച ഒരാളുടെ കയ്യിൽ പലതവണ ആഞ്ഞു കടിക്കാൻ സുധാചന്ദ്രൻ ശ്രമിക്കുന്നതായും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാം. പിന്നാലെ തുള്ളിച്ചാടുകയും ചെയ്തിരുന്നു. എന്തായാലും വീഡിയോ ആരാധകരെ തെല്ലൊന്ന് ആശങ്കയിലാഴ്ത്തിയെന്നത് ഉറപ്പാണ്.